Namaste my dear students. In the last video we have seen what is a computer and the definition of a computer. That is, it's an electronic machine which works according to the set of instructions or data which we are given to the computer. Then now we are going to move to the next part, that is regarding the hardware part or what is meant by hardware. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്തായിരുന്നു? എന്താണ് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ കണ്ടു അല്ലേ? അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Computer is an electronic device which works according to the set of instructions or data which we given to the computer. And after that we have seen about the IPO cycle, that is input process output cycle. The things which we have given to the computer is known as input, and the processing done by the CPU is known as the process or the work which is doing by the CPU, central processing unit. അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രോസസ്സിംഗ് നടക്കണം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ പ്രോസസ്സിംഗ് വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ഇൻ ദ ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മൂവ് or we are going to see what is hardware. Hardware is nothing but all the physical and tangible parts or the physical parts of a computer that we can see or touch. നമുക്ക് കമ്പ്യൂട്ടറിൽ എല്ലാ കാര്യങ്ങളും തൊട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ സംഭവത്തിനെയും നമ്മൾ ഹാർഡ്വെയറിനാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് തൊടാൻ വേണ്ടി പറ്റും. അതായത് ഇന്ന ഭാഗങ്ങൾ ഇതാണ് കേട്ടോ, ഇതൊരു വയറാണ്, ഇതൊരു കീബോർഡാണ്, ഇതൊരു മൗസാണ്, ഇതൊരു പെൻ ഡ്രൈവാണ്, അല്ലെങ്കിൽ ഇതൊരു CD ഡ്രൈവാണ്, ഇതൊരു CD ആണ് എന്നൊക്കെ നമുക്ക് ഫിസിക്കലി നമുക്ക് തൊട്ട് നോക്കാൻ വേണ്ടി പറ്റും. ഇത്തരം എല്ലാ ഡിവൈസുകളും ഇത്തരം എല്ലാ യൂണിറ്റ്സിനും നമ്മൾ എന്താ പറയുന്നത്? ഹാർഡ്വെയർ. The physical device of a computer that we can see and touch is known as the hardware. അതിൻ്റെ വർക്കിങ്ങിനനുസരിച്ചിട്ട് ഓർ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ട് അതിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആക്കി തിരിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, നമ്മൾ എന്താണ്, അതായത് ഇപ്പോൾ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് ഡിവൈസ്, കീബോർഡിൻ്റെ ഈ യൂസ് എന്താണ്? നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ. അതേപോലെ മൗസിൻ്റെ യൂസ് എന്താണ്? നമുക്ക് തന്നെ പോയിൻ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസുകളാണ്. ഓക്കെ, ഇനി പ്രിൻ്ററിൻ്റെ യൂസ് എന്താണ്? നമുക്ക് പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പറ്റും. മോണിറ്റർ എന്തിനുള്ളതായിരുന്നു? യെസ്, വി ക്യാൻ സീ the result in the monitor. So these two are output device അല്ലേ. So keyboard and mouse is an input device, printer monitor is an output device. Okay, next we have seen about the pen drive. What is the use of pen drive? Yes, to store the data അല്ലേ. CD, yes, it is also used for storing the data. Then memory card, very good, it is also used for storing the data. Okay, these three are the storage devices. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണല്ലോ. ആദ്യത്തേത് എന്തായിരുന്നു? കീബോർഡും മൗസും എന്തിനായിരുന്നു? നമുക്ക് ഡാറ്റാസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇറ്റ് ഹെൽപ്സ് ടു ഗീവ് ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ. സെക്കൻഡ് വൺ എന്തായിരുന്നു? ഔട്ട്പുട്ട്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു ഗെറ്റ് ദ റിസൾട്ട് ഫ്രം ദ ഡാറ്റ അല്ലേ, കമ്പ്യൂട്ടറിനകത്തുനിന്ന് നമുക്ക് റിസൾട്ട് തരാനുള്ളത്. തേർഡ് വൺ എന്താ നമ്മൾ കണ്ടത്? യെസ്, സ്റ്റോർ ദ ഡാറ്റ അല്ലേ. അപ്പോൾ ഇത് മൂന്ന് ഫങ്ഷനാണല്ലോ. യെസ്, ഒരാളും കൂടിയുണ്ട്, CPU അല്ലേ, പ്രോസസ്സിങ്. യെസ്, ദ പ്രൊസസ്സർ ഓഫ് ദ കമ്പ്യൂട്ടർ ഓർ വി ക്യാൻ നോൺ സേ ഇറ്റ് ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. സോ ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ ഇതേപോലെ ഓരോ ഫങ്ഷനാക്കി തിരിച്ചു കഴിഞ്ഞാൽ മെയിൻലി വി ക്യാൻ സീ ഹാർഡ്വെയർ ആസ് 4 parts. Input, yes, then processing, output, storage. We can see input devices, then processing device, then output devices, then storage device. ഈ 4 എണ്ണം കൂടി കഴിഞ്ഞാൽ ഇതിനെല്ലാം നമ്മൾ we can say it as a hardware. ഈ ഇൻപുട്ട് ഡിവൈസിന് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ലേ? കീബോർഡിനും മൗസിനും നമുക്ക് തൊട്ട് നോക്കാം അല്ലേ. ദെൻ CPU പ്രോസസ്സറിനെ തൊട്ട് നോക്കാൻ വേണ്ടി പറ്റും. പ്രിൻ്റർ, മോണിറ്റർ, യെസ്, വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ ദ പ്രസൻസ്. Then storage device, CD, pen drive,
യെസ്, വെരി ഗുഡ്. അതിനെയും നമുക്ക് തൊട്ട് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഹാർഡ്വെയർ, ദ ഡിവൈസസ് or the parts of a computer that we can see and touch. These are known as the hardware parts. Okay, and these hardware parts are again classified into, according to a function, they are classified into 4, which are the input, processing, output, then storage. Okay, now we can move to the input device. What are the input devices? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യു ആർ ഫെമിലിയർ വിത്ത് ദ ഇൻപുട്ട് ഡിവൈസ്. കീബോർഡ്, മൗസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ലാബിലൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദ ഡിവൈസ് ദാറ്റ് ഹെൽപ്പ് us ടു ഫീഡ് ഇൻഫോർമേഷൻ ടു ദ കമ്പ്യൂട്ടർ. പ്രത്യേകം ശ്രദ്ധിക്കുക, യു മസ്റ്റ് നോട്ട് ദാറ്റ് പോയിന്റ്. ദ ഡിവൈസ് വിച്ച് ഹെൽപ്പ് us ടു ഫീഡ് ദ ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഡിവൈസുകൾ. എന്തൊക്കെ? ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും അല്ലേ? നമ്മൾ ടൈപ്പ് ചെയ്യണ സമയത്ത് കീബോർഡിൽ നമ്മളിങ്ങനെ കീസ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ ഡാറ്റാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? മൗസ് കൊണ്ട് നമ്മളിങ്ങനെ പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യണ സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇൻസ്ട്രക്ഷൻസ് അകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ ഇൻപുട്ട് ഡിവൈസ്. വി ക്യാൻ സേ ദ ഡിവൈസ് യൂസ് ടു ഫീഡ് ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ് ടു എ കമ്പ്യൂട്ടർ is known as input device. The input device or the computer accepts the process them before giving the output. അല്ലേ? നമ്മൾ ഏതൊരു റിസൾട്ട് കിട്ടുന്നതിന് മുന്നേയും എല്ലാ ഡാറ്റയും അക്സെപ്റ്റ് ചെയ്യണം കമ്പ്യൂട്ടറിന് അല്ലേ? എങ്കിലും മാത്രമേ നമുക്ക് പുറത്തേക്ക് ഒരു സാധനം തരാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, പുറത്തേക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അകത്തേക്ക് ആദ്യം കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഓടി നടക്കണമെങ്കിൽ ആദ്യം അകത്തേക്ക് ശക്തി കിട്ടണ്ടേ? ശക്തി എങ്ങനെയാണ് കിട്ടണത്? വെറുതെ കിട്ടുമോ? വെറുതെ ഇരുന്നാൽ കിട്ടുമോ? ഇല്ല, ഭക്ഷണം കഴിക്കണം അല്ലേ? നമ്മൾ രാവിലെ നല്ല എനർജി ഫുഡൊക്കെ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓടിച്ചാടി ഉഷാറായിട്ട് നടക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അപ്പോഴല്ലേ കളിക്കാനൊക്കെ പറ്റുള്ളൂ. സോ ഇൻപുട്ട് ആദ്യം കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഏതൊരു പ്രോസസ്സും കമ്പ്യൂട്ടറിൽ അങ്ങനെ തന്നെയാണ്. ടു ഗെറ്റ് ദ ഔട്ട്പുട്ട് വി മസ്റ്റ് ഗീവ് ദ ഇൻപുട്ട്. ആഫ്റ്റർ ഗിവിംഗ് ദ ഇൻപുട്ട് the CPU will process that input and get the output in the output device. Okay, now we can see some of the input device. നമുക്ക് എല്ലാം ഒന്നും വേണ്ട, ജസ്റ്റ് കുറച്ചൊന്നും മാത്രം കാണാം. ഫെമിലിയർ ആണ്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. എന്താണ്? കീബോർഡ്. കീബോർഡ് കണ്ടെയ്ൻസ് ഗ്രിഡ് ഓഫ് കീസ് അല്ലേ? നമുക്ക് ഒരുപാട് കീസ് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കീബോർഡ് എന്ന് പറഞ്ഞ ഡിവൈസ് അല്ലേ? ഇതേപോലെ ഗ്രിഡ് ഓഫ് കീസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഒരുപാട് കീസ് ഇതിലുണ്ട് അല്ലേ? ആൽഫബറ്റ് കീസ്, നമ്പർ കീസ്, സ്പെഷ്യൽ കീസ്, ദെൻ ഫങ്ഷൻ കീസ്, ആരോ കീസ്, ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് കീസ് ഉണ്ടായിരിക്കും. ദീസ് ആർ വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ കീബോർഡ്? യെസ്, ടു ടൈപ്പ് ദ ഡാറ്റ അല്ലേ? നമുക്ക് ടൈപ്ഡ് ഫോർമാറ്റിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കീബോർഡ് യൂസ് ചെയ്യുക. നമ്മൾ ഓരോ കീസ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ കറസ്പോണ്ടിങ് സിമ്പിൾ, ആ കറസ്പോണ്ടിങ് ലെറ്റർ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് നമ്പർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരും അല്ലേ? സ്ക്രീനിൽ കാണിച്ചു തരും. സോ keyboard is an input device. Next one, what is this? It's a mouse. Mouse is also a input device. We can say mouse as a pointing device. എന്താ പറയാ? ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. സാധാരണ കീബോർഡ് പോലെ നമുക്ക് ഈ ലെറ്റേഴ്സ് ഇതിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പോയിന്റിംഗ് ഡിവൈസ്. വി ക്യാൻ ക്ലിക്ക് ദ ബട്ടൺ or we can select an option by clicking the button, corresponding button. There are two type buttons which are the left and right അല്ലേ? ഇങ്ങനെ രണ്ട് ബട്ടൺസ് ഉണ്ടായിരിക്കും. സെൻറ്ററിൽ ഒരു സ്ക്രോളിംഗ് ബട്ടണും ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ രണ്ട് ബട്ടൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം, അതേപോലെ ഡ്രാഗ് ചെയ്യാം. വാട്ട് ഈസ് മൈ ഡ്രാഗിങ്? ക്ലിക്ക് ചെയ്ത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് പോകും അല്ലേ? ഇതിനെ ഡ്രാഗിങ് എന്ന് പറയും. ദെൻ ഡ്രോപ്പിംഗ്, ഇത്തരം യൂസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് മൗസ്. മൗസ് മെയിൻലി രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്. രണ്ട് ടൈപ്സിൽ വരുന്നുണ്ട്. വയേർഡ് മൗസും വയർലെസ് മൗസും. വയേർഡ് മൗസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, വെരി ഗുഡ്. നമ്മളൊരു കേബിൾ യൂസ് ചെയ്തിട്ട് CPU-യിലേക്ക് കണക്ട് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് വയേർഡ് മൗസ് എന്ന് പറയുന്നത്. വയർലെസ് മൗസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് വയറൊന്നും ഉണ്ടാവില്ല. ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിസ്റ്റം വഴിയോ നമുക്കതിനെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിനാണ് വയർലെസ് മൗസ് എന്ന് പറയുന്നത്. കീബോർഡും അങ്ങനെ തന്നെയാണ്. വയേർഡ് കീബോർഡും ഉണ്ട്, വയർലെസ് കീബോർഡും ഉണ്ട്. ഓക്കെ, ഇതാണ് ഇത്. ദീസ് ടു ആർ ദ മെയിൻ ഇൻപുട്ട് ഡിവൈസ്. നമുക്ക് ഏതൊരു കമ്പ്യൂട്ടറിലും നമുക്ക് മെയിനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഇൻപുട്ട് ഡിവൈസുകളാണ് ഇത്? കീബോർഡ്,
and mouse. Okay, I think it's clear for you. Next we are going to see the graphic tablet. What is my graphic tablet? It is a hardware device which we can draw the images on it and the image will display in the screen. ഓക്കെ, നമ്മൾ അത് ഇതേപോലെ ഒരു പരന്ന ഒരു ഡിവൈസ് ആയിരിക്കും. ഓക്കെ, ഇതേപോലെ പരന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ട് നമ്മളൊരു പെന്ന് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ പെന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരം പെന്ന് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് നമുക്കതിലിങ്ങനെ ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും, വരയ്ക്കാൻ വേണ്ടി പറ്റും. ആ വരച്ച സംഭവങ്ങളെല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ദ മെയിൻ ഡിവൈസ് വിച്ച് ദ ആർട്ടിസ്റ്റ്, അതായത് ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്നവർ, ചിത്രം വരയ്ക്കുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന, ഡിസൈനേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. നമ്മൾ സാധാരണ വീടുകളിൽ അങ്ങനെ കാണില്ല, ബട്ട് ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ബൈ ദ ഡിസൈനേഴ്സ് അല്ലേ. ഡിസൈനൊക്കെ ചെയ്യണവർ വരയ്ക്കാൻ നല്ല സീനറീസൊക്കെ വരയ്ക്കണ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് എന്ത്, ഗ്രാഫിക് ടാബ്ലറ്റ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പെന്ന് ഉണ്ടായിരിക്കും. ആ പെന്ന് യൂസ് ചെയ്തിട്ട് അതിൽ വരയ്ക്കാൻ പറ്റില്ല. നമ്മുടെ സാധാ ലെക്സി പെന്നും ഇതൊന്നും യൂസ് ചെയ്തിട്ട്, പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു സ്പെഷ്യൽ ഡിവൈസ് ഇൻപുട്ട്, ഒരു പെന്ന് തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലൈറ്റ് പെൻ. അത് വേറെ തന്നെ ഒരു പോയിൻറ്റിങ് ഡിവൈസാണ്. നമ്മളെ മൗസിനെ പോലെ വരുന്ന മറ്റൊരു പോയിൻറ്റിങ് ഡിവൈസാണ് എന്ത്, ലൈറ്റ് പെൻ. ഓക്കെ, നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് സ്ക്രീനിൽ ഡയറക്റ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടാണ് എന്ത്, ലൈറ്റ് പെൻ. സോ ഇറ്റ്സ് ഓൾസോ ആൻ ഇൻപുട്ട് ഡിവൈസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദ മൈക്രോഫോൺ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് മൈക്രോഫോൺ? നിങ്ങൾ കാണാം അല്ലേ, എന്താണ് ഈ മൈക്രോഫോണിൻ്റെ യൂസ് എന്താണ്? ഞാൻ ഈ പറയുന്ന സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് എന്താണ്, ഇൻപുട്ടിംഗ് ആണ് അല്ലേ. നമ്മൾ ഈ ചെയ്യുന്ന, ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പറയുന്ന സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് മൈക്രോഫോൺ. ദ ഡിവൈസ് വിച്ച് ഹെൽപ്പ് us ടു റെക്കോർഡ് അവർ സൗണ്ട് ഈസ് എ മൈക്രോഫോൺ. നെക്സ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും വെബ് ക്യാം. എന്താ വെബ് ക്യാം എന്ന് പറഞ്ഞാൽ? യെസ്, ഇറ്റ്സ് എ ക്യാമറ. സാധാരണ നമ്മൾ മൊബൈലിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്യാമറയല്ല, വേറെ തന്നെ ഒരു ഡിവൈസാണ്. ഓക്കെ, മെയിൻലി യൂസ് ഫോർ ചാറ്റിംഗ്. ഇന്നൊക്കെ എന്താ വെച്ചാൽ മൊബൈലും ഇതൊക്കെ അതിൽ തന്നെ ക്യാമറ വരുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് കുറച്ചൊക്കെ മുമ്പേന്ന് പറഞ്ഞാൽ ഒരു 5 to 8 years മുമ്പ് എന്തായിരുന്നു, നമുക്ക് ഈ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇതേപോലെ മൊബൈലിലൊന്നല്ല നമ്മൾ ചെയ്യാറുള്ളത്. ഡയറക്റ്റ് കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ആ വെബ് ക്യാമറ വെച്ച് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചാറ്റിങ്ങിനൊക്കെ, നമ്മൾ ലൈവ് വീഡിയോ ചാറ്റിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഇന്നും അത് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കതിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഡയറക്റ്റ്ലി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ ഫോണിലെടുക്കണം, അല്ലെങ്കിൽ ക്യാമറയിലെടുത്ത് അത് കേബിൾ വഴി അല്ലെങ്കിൽ പെൻഡ്രൈവ് വഴി നമ്മൾ കോപ്പി ചെയ്താൽ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുള്ളൂ അല്ലേ. പക്ഷേ വെബ് ക്യാം അങ്ങനെയല്ല, ഇറ്റ്സ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് യൂസ്, എന്താണ്, നമ്മളതിലൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മൗസ് യൂസ് ചെയ്തതിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജ്, നമ്മളെടുത്ത ഫോട്ടോ ഡയറക്റ്റ്ലി പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ആയി കിട്ടും. സോ ദീസ് ആർ ദ സം ഇൻപുട്ട് ഡിവൈസസ്. നമ്മൾ കണ്ടു, ഏതൊക്കെയാണ് കണ്ടത് ഇൻപുട്ട് ഡിവൈസുകൾ? കീബോർഡ്, മൗസ്, ഗ്രാഫിക് ടാബ്ലറ്റ്, ലൈറ്റ് പെൻ, ദെൻ മൈക്രോഫോൺ, ദെൻ വെബ് ക്യാം. ഇതിൽ കീബോർഡും മൗസും മാത്രം നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, ബാക്കിയുള്ള കേട്ടിട്ടുണ്ടായിരിക്കും. ഗ്രാഫിക് ടാബ്ലറ്റ് മീൻസ് ഇറ്റ്സ് എ ഡിവൈസ് used for drawing the images and the image will be seen in the screen. Light pen is also a pointing device used to select the options directly in the screen. Then microphone is a input device used to record our sound or to copy our sound, to record our sound to the computer. Next, webcam is a device used for capturing our image, for recording our video and directly save to the computer. Also it is used for live chatting. Okay, these are all the some input device, and remaining we can see in the next video. Okay, thank you.